ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിയും കടപ്പാടും മനസാക്ഷിയും മര്യാദയും ഇല്ലാത്ത പിങ്കി എന്ന് പറയുന്ന നാണം കെട്ടവളുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് നമ്മുടെ അരുൺ ശ്രമിച്ചപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാവരെയും തകർത്തുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഗൗതത്തിനെയൊക്കെ ഞെട്ടലിൻ്റെ ഒരു വക്കത്തെത്തിച്ചുകൊണ്ടാണ് ഈ പിങ്കി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. അപ്പോൾ ഈ റൂട്ട് എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അരുൺ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ മനസ്സിൽ ഇപ്പോഴും ഗൗതമാണ് ഉള്ളതെന്നും അവിടെ ആ ഒരു സ്ഥാനം അർജുൻ ഒരിക്കലും താൻ കൊടുക്കില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി ഭയങ്കര ഇതായിട്ട് അങ്ങ് പറയുന്നു. തൻ്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ഈ ആയുസ് മുഴുവൻ തൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പുരുഷനെ ഉള്ളെന്നും അത് ഗൗതമാണെന്നും അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി അങ്ങ് പറയുക. അപ്പോഴേക്കും നമ്മുടെ അരുണിന് ശരിക്കും പറഞ്ഞാൽ അവൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാനാണ് തോന്നിയത്. കാരണം അത്രയ്ക്ക് മര്യാദയില്ലാത്ത വർത്തമാനമാണല്ലോ പിങ്കി അരുണിൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞത്. അങ്ങനെ പിങ്കിയുടെ അഹങ്കാരം അല്ലെങ്കിൽ പിങ്കിയുടെ വഞ്ചന, ചതി ഇതെല്ലാം കണ്ടെത്തി നമ്മുടെ ഗൗതത്തിനോട് ഇതെല്ലാം പറയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിൽ നിൽക്കുകയാണ് അരുൺ. അപ്പോൾ അരുണിനോട് ഇതെല്ലാം പിങ്കി പറഞ്ഞു. പിങ്കി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരുണാണെങ്കിൽ പിങ്കിക്ക് നേരെ തിരിഞ്ഞു. എങ്കിലും പിങ്കി ഒരിക്കലും ഈ രീതിയിൽ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുക. അങ്ങനെ പിങ്കിയുടെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിഞ്ഞ് നമ്മുടെ അരുൺ അവൾക്കൊട്ട് കൊടുക്കേണ്ട താക്കീതൊക്കെ കൊടുത്തിട്ട് നേരെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് പോയി. ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി എന്നറിയാനുള്ള ആകാംക്ഷയോട് കൂടി നമ്മുടെ ഗൗതം ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് കണ്ണീരും കയ്യുമായിട്ട് പിങ്കി നിൽക്കുന്നു. പിങ്കി പറയുന്നിടത്തും പിങ്കി ചെയ്യുന്നിടത്തും പിങ്കി ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നിടത്തും പിങ്കിക്ക് പിങ്കിയുടേതായ ന്യായങ്ങളും മര്യാദകളും ഉണ്ട്. അതെല്ലാം മനസ്സിൽ അതാണ് ശരിയെന്ന് വിചാരിച്ചുകൊണ്ടാണ് ആശാത്തി ഓരോന്ന് കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ പിങ്കി അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കരയുക. കാരണം തനിക്ക് പറ്റിപ്പോയ അബദ്ധത്തെപ്പറ്റി ഓർത്ത്, അല്ലെങ്കിൽ അരുണിനോട് ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞതിനെക്കുറിച്ച് ഓർത്ത്, അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലിങ്ങനെ ഓർത്ത് ആകെ വിഷമിച്ച് നിൽക്കുന്നു പിങ്കി ഇവിടെ. ഇതെല്ലാം കേട്ടതിന് ശേഷം ഗൗതത്തിൻ്റെ അരികിലേക്ക് നേരെ നമ്മുടെ അരുൺ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ അനിയനോട് ചോദിച്ചു, എന്താ അവൾ പറഞ്ഞത്, അവൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പം നമ്മളാരും വിചാരിച്ച പോലെയൊന്നും അല്ല പിങ്കിയെന്നും പിങ്കി വളരെ എന്താ പറയുന്ന തന്ത്രശാലിയാണെന്നും വളരെ ക്രൂരമായ മനസ്സിനൊരു ഉടമയാണെന്നുള്ള കാര്യം അരുൺ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പം നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ബ്രോ, കാര്യങ്ങളെല്ലാം ഞാൻ പിങ്കിയുമായി സംസാരിച്ചു. പിങ്കി ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ചതിക്കുകയായിരുന്നെന്നും എല്ലാവരുടെയും മനസ്സിലേക്ക് അല്ലെങ്കിൽ കണ്ണിൽ പൊടി വാരിയിടുകയായിരുന്നെന്നും അവളുടെ മനസ്സിൽ ഇപ്പോഴും ബ്രോ തന്നെയാണ് ഉള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയാണ് അവളുടെ ജീവിതകാലം മുഴുവൻ അവൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം പോലും ഞെട്ടിപ്പോയി. അവൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പം ഞാൻ എന്തിന് കള്ളം പറയണമെന്ന് ചോദിച്ചു. ഒരിക്കലും അവളുടെ ജീവിതത്തിൽ അർജുനേട്ടന് സ്ഥാനം ഉണ്ടാകില്ലെന്ന് അവൾ തറപ്പിച്ച് എന്നോട് പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ ഗൗതം ഇങ്ങനെ ഞെട്ടിപ്പോയി. എന്നാലും പിങ്കിയോട് എനിക്കുണ്ടായിരുന്ന കുറച്ചെങ്കിലും ഒരു മര്യാദയും അല്ലെങ്കിൽ ബഹുമാനവും അത് ഇന്നത്തോടു കൂടി നഷ്ടപ്പെട്ടുവെന്നും അവൾ ഒരിക്കലും മര്യാദ അർഹിക്കുന്നവളല്ല, ക്ഷമ അർഹിക്കുന്നവളല്ല, അങ്ങനെയുള്ള കാര്യമൊക്കെ ഗൗതവും പറഞ്ഞു. അപ്പോൾ അവൾ ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാവം സുമംഗലാപ്പച്ചി അതുപോലെ മറ്റുള്ളവരൊക്കെ എങ്ങനെ ഇതൊക്കെ താങ്ങും എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിയെ അങ്ങനെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ പിങ്കിയെ കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് കഴിയില്ല. പിങ്കിയുടെ ഈ അഹങ്കാരം അവസാനിപ്പിക്കണം, പിങ്കിക്കൊരു തിരിച്ചടി കൊടുത്തേ പറ്റൂ എന്നുള്ള കാര്യം അരുൺ ഇങ്ങനെ നമ്മുടെ ഗൗതത്തിനോട് പറയുക. അപ്പോൾ അതിന് ഇപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരും അനുഭവിച്ചതുപോലെ അത്രയ്ക്ക് പച്ച കള്ളമല്ലേ അവൾ ചെയ്തത്. നമ്മുടെ അനുജൻ അല്ലെങ്കിൽ എൻ്റെ അനുജനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം അവൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഇതുപോലൊരു നന്ദികേട് അല്ലെങ്കിൽ മര്യാദക്കേട് കാണിക്കില്ലായിരുന്നു എന്ന് ഗൗതം അന്നേരം അരുണിനോട് പറയുകയാണ്. ആ മനുഷ്യജീവന് കുറച്ചെങ്കിലും മര്യാദ അവൾ കൽപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വില അവൾ കൽപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഇതുപോലൊരു പ്രവൃത്തി ചെയ്യില്ലായിരുന്നുവെന്നും ഗൗതം ഇങ്ങനെ പറഞ്ഞു. ഇതിനവൾക്ക് ചെറിയ ശിക്ഷയൊന്നും കൊടുത്താൽ പോരാ ഗൗതമേട്ട എന്ന് അരുൺ പറഞ്ഞപ്പോൾ അതെ, അവൾക്ക് ഇതിന് ശിക്ഷ കൊടുക്കണം, അവൾ ഇതിന് തിരിച്ചടി അനുഭവിച്ചേ മതിയാകൂ, അതിനല്ലാതെ മറ്റൊന്നിനും ഇനി ഈ ഒരു തെറ്റിന് ക്ഷമ കൊടുക്കാനായിട്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ ഗൗതം പറയാം. അങ്ങനെ പിങ്കിക്ക് തിരിച്ചടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരാൾ കൂടി വേണം, ഞാൻ തന്നെ നിന്നിട്ട് കാര്യമില്ല, എൻ്റെ കൂടെ ഒരാൾ കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പം അത് നമ്മുടെ നന്ദയാണെന്ന് പറഞ്ഞു. നന്ദ കൂടി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു പകരം വീട്ടലിന് പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ എന്നും ആ കുടുംബത്തിനോട് കാണിച്ച മര്യാദ കേടിന് അല്ലെങ്കിൽ നന്ദി കേടിന് ക്രൂരതയ്ക്ക് നന്ദി കെട്ടവളായ പിങ്കിക്ക് ആ തിരിച്ചടി കിട്ടിയേ മതിയാകുമെന്ന് നമ്മുടെ ഗൗതം അങ്ങ് തീരുമാനിക്കുന്നു. അങ്ങനെ ഗൗതം അത് തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിന് കട്ട സപ്പോർട്ടായിട്ട് അരുണും കൂടെ എത്തി. അപ്പോൾ അരുണും
എല്ലാത്തിനും ഗൗതമേട്ടൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. പക്ഷേ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും പിങ്കി അറിയുന്നില്ല. പിങ്കിക്ക് തലയ്ക്ക് മീതെ വരുന്ന ആ ഒരു വലിയ ആയുധം എന്താണെന്ന് തിരിച്ചറിയാതെ പിങ്കി ഇങ്ങനെ ആകെ നിരാശപ്പെട്ടിരിക്കുക. അങ്ങനെ പിങ്കി ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് പിങ്കിക്ക് കുട പിടിച്ചുകൊണ്ട് ഈ കാട്ടായങ്ങൾക്കെല്ലാം കൂട്ടുനിന്ന സാന്ദ്രയ്ക്ക് പിടി വീഴുന്നത്. അപ്പോൾ പിങ്കി ഒന്നും വിചാരിച്ച ആളേ അല്ല സാന്ദ്ര ശരിക്കും ഒരു ഉടായ്പ പെൺകുട്ടി തന്നെയാണ്. അങ്ങനെ സാന്ദ്രയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് പൊക്കി. അത് നമ്മുടെ ഗൗതം പറഞ്ഞ അനുസരിച്ച് ADGP സാറാണ് പൊക്കുന്നത്. അങ്ങനെ സാന്ദ്രയെ പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഗൗതത്തിൻ്റെ മുന്നിൽ നിർത്തി സാന്ദ്രയെ ചോദ്യം ചെയ്യുന്നു. എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത്. പേടിച്ച് വിറച്ച് നമ്മുടെ ഈ സാന്ദ്ര മണി പോലെ സംഭവിച്ച കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഇവർ പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം തുറന്നങ്ങ് പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം ഞെട്ടിപ്പോയി കേട്ടോ. ഇത്രത്തോളം കുബുദ്ധി നിറഞ്ഞൊരു സൂത്രശാലിയുടെ കൂടെയാണല്ലോ ഇത്രയും നാൾ ആ വീട്ടിൽ താമസിച്ചത്, അല്ലെങ്കിൽ അവളോടാണല്ലോ മര്യാദയുടെ ഭാഷയിൽ സംസാരിച്ചത്. ഒട്ടും മര്യാദ അർഹിക്കാത്ത അവളെ എന്തിനാണ് ഞാൻ എൻ്റെ ഭാര്യയെ പോലും അല്ലെങ്കിൽ വീട്ടുകാരെ പോലും മറന്നുകൊണ്ട് അങ്ങനെ ഒരു ബഹുമാനം കൊടുത്തത്, അല്ലെങ്കിൽ ഒരു കുറ്റബോധത്തിൻ്റെ ഒരു അംശം കാണിച്ച് അവളുടെ മുന്നിൽ നിന്നത്. അങ്ങനെയൊക്കെ നമ്മുടെ ഗൗതം ഒരു നിമിഷത്തേക്ക് ആലോചിക്കുന്നു. ഗൗതത്തിനറിയാം കാരണങ്ങളൊക്കെ. അങ്ങനെ ആ ഒരു ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഗൗതം ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ADGP അദ്ദേഹം ഗൗതത്തിന് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ഗൗതം, ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്താൽ മാത്രമേ അതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ, അല്ലാത്ത പക്ഷം അതുകൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം പറഞ്ഞു. തൻ്റെ ജീവിതത്തിൽ താൻ മറ്റെന്തിനേക്കാളും വില കൊടുക്കേണ്ടത് തൻ്റെ ഭാര്യയ്ക്കാണെന്നും ആ ഭാര്യയുമൊത്തുള്ള സന്തോഷകരമായ ഒരു ജീവിതമാണ് തനിക്കിനി ഉണ്ടാകേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാർ ഇങ്ങനെ നമ്മുടെ ഗൗതത്തിനോട് പറയുക. അപ്പോൾ ഗൗതം സാറിനോട് പറഞ്ഞു, ഇന്ന് വരെ എനിക്ക് തെറ്റുകൾ ഒരുപാട് പറ്റിയിട്ടുണ്ട് സാർ, പക്ഷേ ഇന്നിനി അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാകുമെന്നും അതുപോലെ തന്നെ അവിടെ കയറ്റേണ്ടവരെ കയറ്റുകയും തള്ളേണ്ടവരെ തള്ളുകയും ചെയ്യുമെന്ന്. അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗൗതവും സാറും കൂടി ഇങ്ങനെ സംസാരിക്കാം. അതിനുശേഷം സാന്ദ്ര അവിടെ നിന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പറഞ്ഞതിന് ശേഷം മാത്രം സാന്ദ്രയ്ക്കിട്ടുള്ള പണി കൊടുത്താൽ മതിയെന്ന് നമ്മുടെ ADGP പറയുകയാണ് ബാക്കി പോലീസുകാരോട്. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഗൗതം നേരെ ഇങ്ങനെ പോരുക. അപ്പോൾ നന്ദയുടെ പഠിത്തത്തെ പറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഗൗതം അങ്ങ് പോരുന്നത്. ഗൗതം അങ്ങ് പോരുന്ന സമയത്ത് പിന്നെ പിങ്കി ആണെങ്കിൽ ആരോടും മിണ്ടാട്ടോ ഇല്ല ഉരിയാട്ടോ ഇല്ലാണ്ട് ഒരു മൂലയ്ക്ക് പോയി അങ്ങനെ ഇരിക്കുക. കാരണം ഇനിയിപ്പോൾ മറ്റാരുടെയും മുഖത്ത് നോക്കാനായിട്ട് കഴിയില്ല. അരുൺ അതെല്ലാവരോടും പറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അരുൺ അറിഞ്ഞ സ്ഥിതിക്ക് അത് പവിത്രയെ അറിയും. പവിത്രയും 10 പേരോട് പറഞ്ഞ് ഈ കഥ അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ സുമംഗലയുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നുള്ളൊരു വല്ലായ്മയുണ്ട് നമ്മുടെ പിങ്കിക്ക്. ഇങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായ സ്ഥിതിക്ക് ഇതെങ്ങനെ വിട്ടുകളഞ്ഞാൽ പറ്റത്തില്ലല്ലോ. പിങ്കിയുടെ വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മയെയും വിളിപ്പിച്ചു. പപ്പയും അമ്മയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ആരാണെന്നും പിങ്കിയുടെ തനിനിറം എന്താണെന്നും പിങ്കിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും നല്ല മണി പോലെ ഇവരങ്ങ് പറഞ്ഞങ്ങ് കേൾപ്പിച്ചു. അങ്ങനെ താൻ താലോലിച്ച് വളർത്തിയ അല്ലെങ്കിൽ താൻ ഓമനിച്ച് വളർത്തിയ തൻ്റെ മകൾ ഇത്രയ്ക്ക് കൂതറയാണോ എന്ന് ആ അച്ഛൻ പോലും ചിന്തിക്കുന്നൊരു സാഹചര്യം. അങ്ങനെ അവരുടെ എല്ലാവരുടെയും മുന്നിൽ തല കുനിച്ച് ഇങ്ങനെ എന്താ പറയുന്നത്, മകൾക്ക് വേണ്ടി ഒരു വിലയുമില്ലാത്തവനെ പോലെ നിൽക്കേണ്ടി വന്നു പിങ്കിയുടെ പപ്പയ്ക്ക്. അങ്ങനെ പിങ്കിക്ക് എല്ലാവരും നഷ്ടപ്പെടുകയാണ്. പിങ്കി എല്ലാവരുടെയും ശത്രുവായി മാറുകയാണ് ഓരോ ദിവസം ചെല്ലും തോറും. അങ്ങനെ തൻ്റെ ജീവിതം നശിപ്പിക്കാനും അതുപോലെ സ്വന്തം ഭർത്താവിന് വില കൊടുക്കാത്ത പിങ്കി എന്ന് പറയുന്ന അഴിഞ്ഞാട്ടക്കാരിക്ക് തക്കതായ കൊടും ശിക്ഷ കൊടുക്കാൻ തന്നെ നമ്മുടെ ഗൗതം തീരുമാനിച്ചിരിക്കുന്നു. അതിനി കൂട്ടായിട്ട് നമ്മുടെ നന്ദ ഇങ്ങ് വന്നാൽ മാത്രം മതി. നന്ദ അങ്ങ് വരികയും ചെയ്യും. വന്നു കയറുന്ന നന്ദ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാവുകയും ചെയ്യും. ഇത്രയും കാലം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്ന ഈ പറയുന്ന നന്ദ എന്ന് പറയുന്ന വ്യക്തി എല്ലാവരുടെയും കണ്ണിലെ കരടാവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ നന്ദയ്ക്കാണ് ഇനി എല്ലാവരും ഇച്ചിരി പ്രാധാന്യം കൂടുതൽ കൊടുക്കാൻ പോകുന്നത്. കാരണം നന്ദ എന്ന് പറയുന്ന ആളിന് ഡോക്ടറായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമംഗല വന്ന സ്ഥിതിക്ക് പിങ്കി ഇനി അവിടെ വിട്ടു പോവില്ലെന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ആ ഒരു ഇതിൽ സംഭവിക്കും. ഇതേ സമയത്ത് ഈ അരുണും അതുപോലെ ഗൗതവും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെപ്പറ്റി അറിയാഞ്ഞിട്ട് ഭയങ്കര സ്വസ്ഥതക്കേടായിട്ട് പവിത്ര അതിലെ പാഞ്ഞു നടക്കുക. പവിത്ര എന്നിട്ട് ചെന്നിട്ട് ചോദിച്ചു, എന്താ ഗൗതമേട്ടനുമായിട്ട് സംസാരിച്ചത്, അരുണേട്ടൻ എന്നോടൊന്ന് പറയാവോ എന്നൊക്കെ ചോദിച്ചപ്പം, എന്തിനാ നിന്നോട് പറയുന്നത്, ഈ ലോകം മുഴുവൻ പാട്ടാകാനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അരുൺ അന്നേരം ഈ പറയുന്ന ഭാര്യയെ വഴക്ക് പറയുന്നു. അപ്പോൾ ഭാര്യയാണെങ്കിൽ ഒരു എന്താ പറയണത്, ഒരു ഏഷണിക്കാരിയാണെന്നും അല്ലെങ്കിൽ ഒരു ആകാശവാണിയാണെന്നും അറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യം പറയേണ്ടെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് അത് നമ്മുടെ അരുൺ പറഞ്ഞു. കുറച്ച് പേർ അറിയുകയാണെങ്കിൽ അത്രയും നാണക്കേട് കൂടുതൽ സഹിക്കുമല്ലോ ഈ പറയുന്ന പിങ്കി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പിങ്കിയുടെ പപ്പയും മമ്മിയൊക്കെ വരുന്നതും ഈ സംസാരം ഇന്ത്യവരത്തിൽ ഉണ്ടാകുന്നതും എല്ലാവരുടെയും മുന്നിൽ കണ്ണിലെ കരടായി
പിങ്കി മാറുന്നതും ഒരു വ്യക്തിത്വം ഇല്ലാത്തവളായി, ഒരു മര്യാദയും മനസാക്ഷി ഇല്ലാത്തവളായി, തനി അഴിഞ്ഞാട്ടക്കാരിയായി എന്നുള്ളൊരു രീതിയിൽ പിങ്കിയുടെ ആ ഒരു സ്വഭാവ മഹിമ തന്നെ അങ്ങ് മാറുന്നു. പിങ്കി എന്ന് പറയുന്ന ആ ഒരു ഇത്തിൽ കണ്ണിയുടെ ആ ഒരു സ്വഭാവത്തെ എല്ലാവരും ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ എല്ലാവരും ആട്ടി അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നു. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു എന്താ പറയുക സുപ്രധാന വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും പ്രമോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.